ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിനിടെ വെടിയുതിർത്തത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശത്തെ തുടർന്നെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പൊതുപരീക്ഷാ ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടയിലാണ് രാഹുലിന്റെ പരാമർശം. ഇതോടെ ഇന്നും ഭരണ പ്രതിപക്ഷ പോരിന് ലോക്സഭ സാക്ഷിയായി. രാഹുൽ ഗാന്ധിയുടെ ഇഡിയറ്റ് പരാമർശത്തിലും സഭ പ്രക്ഷുബ്ധമായി. പരാമർശങ്ങളിൽ രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. അതേസമയം പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിലും ശബ്ദവോട്ടോടെ പരീക്ഷാ ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. സഭയിൽ പ്രസംഗം തടസ്സപ്പെടുത്തിയതിനാൽ പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ച രാഹുൽ വീണ്ടും കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ചു. വിദ്യാർത്ഥി സമരത്തിനിടെയുണ്ടായ പോലീസ് അതിക്രമങ്ങളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് ഉത്തരവാദിത്തമില്ലേ? കാണാം RD എക്സ്ട്രാക്ട്. പൊതുപരീക്ഷാ ഭേദഗതി ബില്ലിന്മേലുള്ള ചർച്ചയ്ക്കിടെയാണ് ലോക്സഭ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങളിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായത്. എല്ലാം അറിയാമെന്നും സ്വന്തമായി ദൈവമെന്നും വിചാരിക്കുന്ന ഒരു വിഡ്ഢി തങ്ങളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ പരാതി പറയുന്നതായി രാഹുൽ സഭയിൽ പറഞ്ഞു. ഈ പരാമർശമാണ് ആദ്യം ബഹളത്തിനു കാരണമായത്. രാഹുൽ സഭയിൽ അൺപാർലമെന്ററി പദങ്ങൾ ഉപയോഗിച്ചുവെന്നായിരുന്നു കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ വാദം. എന്നാൽ താൻ ആരുടെയും പേര് പരാമർശിച്ചില്ല എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. പിന്നീട് രാഹുൽ ഗാന്ധിയുടെ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തു. ശേഷം പ്രസംഗം തുടർന്ന് രാഹുൽ ഗാന്ധി രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ നിയന്ത്രിക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല, RSS ആണെന്നും വിമർശിച്ചു. തുടർന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് നേരെ തിരിഞ്ഞപ്പോഴാണ് സഭ വീണ്ടും പ്രക്ഷുബ്ധമായത്. ഡൽഹിയിലെ പ്രതിഷേധക്കാർക്ക് നേരെയുള്ള പോലീസ് നടപടി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന പരാമർശമാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചത്. അതേസമയം മാരത്തൺ ചർച്ചകൾക്കും ബഹളങ്ങൾക്കും ശേഷം ശബ്ദ വോട്ടിലൂടെ ബില്ല് ലോക്സഭ പാസാക്കുകയും ചെയ്തു. RD എക്സ്ട്രാക്ട്, ന്യൂസ് മലയാളം. രാഹുൽ ഗാന്ധി നടത്തിയ ഇഡിയറ്റ് പരാമർശത്തെ ചൊല്ലിയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ആദ്യം ലോക്സഭയിൽ ഏറ്റുമുട്ടിയത്. സഭയുടെ മര്യാദ പാലിക്കുന്ന പരാമർശങ്ങൾ നടത്തണമെന്ന് സ്പീക്കറും നിർദ്ദേശിച്ചു. ആ നാടകീയ രംഗങ്ങളിലേക്ക്. They don't listen. They don't respect other people's truth. So I said, what do you call these people? She said, I call them idiots. So I... Why you are worried? He's not telling about you. Why you are worried? He's telling about it. വിദ്യാഭ്യാസ വകുപ്പിനെ നിയന്ത്രിച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല, RSS ആണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിലും സഭ ഇളകി മറിഞ്ഞു. തെരുവിൽ രക്തപ്പുഴ ഒഴുക്കാൻ അമിത്ഷാ ഉത്തരവിട്ടു എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെയും ഭരണപക്ഷം ശക്തമായി എതിർത്തു. Pradhan is a symbol. Your real enemy is the RSS. Keep it in mind. They are the people who are not letting you be students. They are the people who want you to be Andhak. Home Minister of this country does not have the courage to come and sit here. He does not have the courage. Sir, the Home Minister authorized the shooting of our students, sir. അമിത്ഷായ്ക്കെതിരെയുള്ള ആരോപണത്തിന് തെളിവ് എവിടെയെന്ന് കിരൺ റിജിജു ചോദിച്ചു. രാഹുൽ മാപ്പ് പറയണമെന്നും ഭരണപക്ഷം ആവശ്യപ്പെട്ടു. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയാത്തതിന്റെ നിരാശയാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗും പരിഹസിച്ചു. What is going on? कैसे बोल सकते हैं राहुल गांधी जी? आप नेता प्रतिपक्ष हैं, गंभीरता से बात बोलना चाहिए. आप बिना तर्क करके यहाँ ऐसा बात करते हैं, ये ठीक नहीं है सर. अभी तुरंत आप किस बेसिस पे ये बयान दिया है? निराशा और फ्रस्ट्रेशन से हताश होकर के वो प्रधानमंत्री आवास 7 LKM के दरवाजे पर जा बैठे. बड़ी विनम्रता से समझाने का प्रयास किया गया कि ये आपको शोभा नहीं देता, तो इन्होंने कहा कि मुझे उठा लिया जाए. ലോക്സഭാ പ്രസംഗത്തിന് ശേഷം പോലീസ് അതിക്രമത്തിന്റെ തെളിവ് നിരത്തിയായിരുന്നു രാഹുലിന്റെ വാർത്താ സമ്മേളനത്തിലെ ആരോപണങ്ങൾ. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. This is the man who beat you, who thrashed you, who humiliated you, who shot you with pellet guns. If he didn't know it was happening, he's incompetent. And if he ordered it, he's culpable.
So it is our advice to the Prime Minister, sack Shah and order a probe monitored by independent high-powered committee of the Supreme Court. ഇന്നലെ പ്രിയങ്കയാണെങ്കിൽ ഇന്ന് രാഹുൽ ഗാന്ധിയാണ്. അത് ആ വിഷയത്തിന്റെ ഗൗരവം ഒട്ടും ചോരാതെ തന്നെ നിരന്തരമായി ഭരണപക്ഷത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിലടക്കം അദ്ദേഹം ഇന്ന് സംസാരിക്കുകയുണ്ടായി. മൊത്തത്തിൽ എങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇന്നിപ്പോൾ ഈ പ്രസംഗം ലോക്സഭയിലെ സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ രാഹുൽ ഗാന്ധിയുടെ പെർഫോമൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ മറ്റു പല ആളുകളെയും പോലെ, രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന മറ്റു പല ആളുകളെയും പോലെ ഞാൻ അദ്ദേഹത്തിന് ഒരു കാലത്ത് പപ്പു എന്നൊരു വിളിപ്പേരുണ്ടായിരുന്നല്ലോ എന്ന് ഓർത്തു. അദ്ദേഹത്തെ BJP-ക്കാർ, സംഘപരിവാര രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ, അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്തിലെ ആളുകൾ എല്ലായ്പ്പോഴും വിളിച്ച് കളിയാക്കിയിരുന്നൊരു പേരാണ് പപ്പു എന്ന്. ഓർമ്മയുണ്ടല്ലോ? അതെ അതെ, ഓർമ്മയൊന്നും പോകാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരങ്ങനെ വിളിക്കാറില്ല. ഇപ്പോൾ കുറേ ആയിട്ട് രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിക്കാറുമില്ല. അങ്ങനെ വിളിച്ചാൽ യേശുന്ന നില മാറുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ഒരു കാലത്ത് ഇപ്പോൾ കലാവധി, പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ കലാവധി പ്രസംഗമുണ്ട് ആദ്യകാലത്ത്, അത് അറിയാമല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ആ പ്രസംഗമൊക്കെ നടക്കുന്ന കാലത്ത് അദ്ദേഹം കുറേ കൂടെ ഷൈ ആയിട്ടുള്ള, കുറേ കൂടെ ഇത്രക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല. അപ്പോൾ ഇദ്ദേഹത്തെ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് അധിക്ഷേപിച്ചില്ലാതാക്കാനാണ് BJP ഒരു ഘട്ടത്തിൽ മുഴുവൻ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായിരുന്നു പപ്പു എന്നുള്ള വിളിപ്പേര്. എന്നുവെച്ചാൽ ഒരു ഒരു ബുദ്ധിശൂന്യനായിട്ടുള്ള ആൾ എന്ന മട്ടിലാണ്. ഇന്നിപ്പോൾ അദ്ദേഹം അതേ കാർഡ് എടുത്തിട്ട് തിരിച്ചു വെച്ച് കൊടുത്തു. നമ്മൾ കണ്ടില്ലേ, ഇഡിയറ്റ് എന്നൊരു വിളി അദ്ദേഹം ഉയർത്തി. ഇഡിയറ്റ് ആരാണ്? അതായത് ചില ഇഡിയറ്റുകൾ സ്വയം ദൈവം എന്ന് വിചാരിക്കുകയാണെന്ന് പറയുമ്പോൾ, പേരൊന്നും പറഞ്ഞില്ലെങ്കിലും കൃത്യമായിട്ട് എങ്ങോട്ടാ ചെന്ന് കൊള്ളുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതായത് രാജഗുരു, പിന്നെന്താണ്, അങ്ങനെയൊക്കെയല്ലേ, വിശ്വഗുരു എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ വിശ്വഗുരു എന്നൊക്കെ വിളിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെയാണ് ഇഡിയറ്റ് എന്ന ഒരല്പം അൺപാർലമെൻ്ററി എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രയോഗം കൊണ്ട് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്, പേര് പറഞ്ഞില്ലെങ്കിലും എന്ന് കേട്ട മുഴുവൻ ആളുകൾക്ക് മനസ്സിലായി. അപ്പോൾ ഒരു കാലത്ത് പപ്പു എന്ന് പ്രചണ്ഡമായിട്ട് ഇവരെല്ലാവരും കൂടെ വിളിച്ച് അധിക്ഷേപിച്ച് ചെറുതാക്കി കാണിക്കാൻ ശ്രമിച്ചിരുന്ന രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെയും ലോകത്തെയും തന്നെ ഏറ്റവും വലിയ നേതാക്കളിൽ, രാജ്യത്തെ ഏറ്റവും വലിയ നേതാവ്, ഏറ്റവും വലിയ ഭരണഘടനാ പദവി ഇരിക്കുന്ന ആളാണല്ലോ, ലോകത്തെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള നരേന്ദ്രമോദിയെ ഇഡിയറ്റ് എന്ന് പരോക്ഷമായിട്ടാണെങ്കിലും വിളിക്കാൻ പ്രാപ്തി നേടിയിരിക്കുന്നു എന്ന ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ കൗതുകമായൊരു സാഹചര്യത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചു എന്നതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ അതിനെപ്പറ്റി നോക്കുമ്പോൾ കാണുന്നത്. ഇത് നമ്മൾ കാണുമ്പോൾ എന്താണ്, അതായത് തെരുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ CJP എന്ന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾ ഉയർത്തിയ അതിശക്തമായിട്ടുള്ള ഭരണ വിരുദ്ധ വികാരം നിലനിർത്തിയ മൊമെൻ്റത്തെ അപ്പാടെയെടുത്ത് പാർലമെൻറ്റിലേക്ക് പ്രതിഷ്ഠിച്ചു എന്ന ഗംഭീരമായിട്ടുള്ള പ്രതിപക്ഷ നീക്കം ഇന്നലെ പ്രിയങ്ക ഗാന്ധിയും, ശ്യാമിൽ പറഞ്ഞതുപോലെ ഇന്നലെ പ്രിയങ്ക ഗാന്ധിയും ഇന്ന് രാഹുൽ ഗാന്ധിയും അടിപൊളിയായിട്ട് ചെയ്തു, ഗംഭീരമായിട്ട് ചെയ്തു. രാഷ്ട്രീയം ശ്രദ്ധിക്കുകയും അത് വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നമ്മളുള്ള ആളുകൾക്ക് ഇത് കൊള്ളാമല്ലോ. അതായത് ആ മൊമെൻ്റം മുകളിലേക്ക് പോവുക എന്നല്ലാതെ താഴേക്ക് ഇറങ്ങിയിട്ടില്ല. ഈ കുട്ടികൾ എന്താണോ ആഗ്രഹിച്ചത്, എത്രക്ക് ശക്തമായിട്ട് ഈ ഭരണപക്ഷത്തിന് മേൽ ഇത്തരം കാര്യങ്ങളൊരു രാഷ്ട്രീയ സമ്മർദ്ദം വരണം എന്നവർ ആഗ്രഹിച്ചോ, സ്വന്തം ശരീരത്തിൽ 20-25 വയസ്സ് മാത്രം പ്രായമുള്ള സ്വന്തം ശരീരത്തിൽ തല്ലും പെല്ലറ്റ് ഉണ്ടകളും കൊണ്ടപ്പോൾ അവരെന്തുമാത്രം ആഗ്രഹിച്ചോ ആ ആഗ്രഹം സമ്പൂർണ്ണമായിട്ട് നിറവേറ്റുന്ന പ്രതിപക്ഷ പ്രവർത്തനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നടത്തി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ നടന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. അതായത് ഇപ്പോൾ ചില വിഡ്ഢികൾ ദൈവമായിട്ട് കരുതുന്നു എന്നത് ആ നിലക്ക് കുറേ ബഹളം ഉണ്ടായതിനു ശേഷം അദ്ദേഹം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉന്നയിച്ചല്ലോ, അമിത്ഷാ ആണ് വെടിവെക്കാൻ ഉത്തരവിട്ടതെന്ന്. അതും ഈ പറയുന്ന പോലെ അയ്യോ അതിര് കടന്നു പോയല്ലോ എന്ന് നമുക്ക് പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് തോന്നിയേക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ അദ്ദേഹം പറഞ്ഞതിൽ രാഷ്ട്രീയമായിട്ട് വല്ല തെറ്റുമുണ്ടോ? ഇല്ല. കാരണം ആഭ്യന്തര വകുപ്പ് അമിത്ഷാ ആണ് കൈകാര്യം ചെയ്യുന്നത്. അമിത്ഷായുടെ സ്വന്തം കീഴിലാണ് ഡൽഹിയിലെ പോലീസ് കുട്ടികൾക്ക് നേരെ അതിക്രമം നടത്തിയിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായിട്ടുണ്ട് അവരുടെ ഭാഗത്തുനിന്ന്. ഇതിനകം തന്നെ വെളിയിൽ വന്നതാണ്, വിഷ്വൽസൊക്കെ അത് തെളിവായിട്ടുണ്ട്. പെല്ലറ്റ് വെച്ചിട്ട് ആളുകൾക്ക് പരിക്കേറ്റു, ഒരു കുട്ടിയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. അതിനിഷ്ഠൂരമായിട്ടുള്ള തരത്തിൽ അവർ ആക്രമിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനാരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അത് ഉത്തരവാദി ഒരാളേ ഉള്ളൂ, അത് അമിത്ഷാ ആണ്. അമിത്ഷാ നേരിട്ട് കുട്ടികളെ വെടിവെക്കൂ എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല. അവിടെ വെടിവെപ്പ് ഉണ്ടായിട്ടില്ല എന്ന് ജിതേന്ദ്ര പ്രസാദ് പറഞ്ഞു അവിടെ. കാരണം വെടിവെപ്പ് എന്ന നിലക്ക് ഈ സാധാരണ ബുള്ളറ്റ് വെച്ചുള്ള വെടിവെപ്പ് ഉണ്ടായില്ല. പക്ഷേ അതും ആ അർത്ഥത്തിൽ തെറ്റല്ലേ? പക്ഷേ രാഷ്ട്രീയമായിട്ട് ശരിയാണ്. കാരണം അവിടെ നടന്ന അതിക്രമങ്ങളിൽ പെല്ലറ്റ് ഉണ്ടകൾ കുട്ടികളുടെ ശരീരത്തിന് മേൽ വീണു. അതിന് ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം അദ്ദേഹത്തിനാണ് ഈ ഉത്തരവാദിത്തമുള്ളത്. പക്ഷേ അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇത്തരം വർത്തമാനങ്ങൾ സത്യത്തിൽ പാർലമെൻറ്റിലോ പുറത്തോ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചോ അമിത്ഷായെക്കുറിച്ചോ ഇങ്ങനെ പറയാറേ ഉണ്ടായിരുന്നില്ല. ഇവർ ചെയ്തൊരു കാര്യം എന്താണ്, അതായത് ആ ഭയത്തിൻ്റെ അന്തരീക്ഷം തട്ടിക്കളഞ്ഞു. ഞങ്ങൾ വിമർശനത്തിന് അതീതരാണ് കേട്ടോ, ഞങ്ങളെ വല്ലാതെ വിമർശിച്ചാൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാകും എന്ന ഒരു ഭയാന്തരീക്ഷം രാജ്യത്തെ രാഷ്ട്രീയ മേഖലയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് തട്ടിപ്പൊട്ടിച്ചു കളഞ്ഞു ഈ കുട്ടികൾ. അത് ഒരു നമ്മൾ ആ ജെംസിൻ്റെ പരസ്യമുണ്ടല്ലോ,
ഇങ്ങനെ ജംസിന്റെ പരസ്യം yes. ഇങ്ങനെ ഒരു പ്രതിമ പോലെ നിൽക്കുന്ന ജംസിന്റെ കൂട്ടത്തിൽ ഒന്നിങ്ങനെ വലിച്ചപ്പോൾ എല്ലാം കൂടെ അടിയപ്പിളി വീഴുന്നത്. അതുപോലെ ഈ ഭയാന്തരീക്ഷം അല്ലെങ്കിൽ ഒരു ഭയം എന്ന് പറയുന്നത് അതിന് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നതാണ്. നമ്മൾ വിശകലനക്കാർ പറയേണ്ടത് ഈ ഒരു തരം ഗൗരവത്തിൻ്റെ അന്തരീക്ഷം, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കാൻ പാടുണ്ടോ? അദ്ദേഹം വിശ്വഗുരുവല്ലേ. ആഭ്യന്തരമന്ത്രി അമിത്ഷായെ വിമർശിക്കാൻ പാടുണ്ടോ? അദ്ദേഹം അതിശക്തനായിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഫോഴ്സ് എല്ലാം ഉള്ളത്, ഫോഴ്സ് ഉപയോഗിക്കപ്പെടില്ലേ തിരിച്ച് എന്ന മട്ടിലുള്ള ഭയത്തിൻ്റെയും ഗൗരവത്തിൻ്റെയും അമിത ഗൗരവത്തിൻ്റെയും അന്തരീക്ഷത്തെ ഒരു തൊടൽ കൊണ്ട് പൊട്ടിച്ചു കളഞ്ഞു ഈ CJP-ക്കാരൻ. ആ പൊട്ടിച്ച സംഭവത്തിന് മുകളിൽ കയറി വീണ്ടും വീണ്ടും അടിക്കുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചെയ്ത്. പ്രിയങ്ക ഗാന്ധി ഇന്നലെ ചിരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു, അതിനെ നമ്മൾ പറഞ്ഞാണ്. ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഇവരെ രണ്ടുപേരെയും അതിശക്തമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് ഹിംസിച്ചു കളഞ്ഞു. ഒന്ന് ഇഡിയറ്റ് എന്ന പ്രയോഗം അവിടെ വന്നു, രണ്ട് ഇതാ വെടിവെച്ചത് ഇദ്ദേഹമാണ് എന്ന കാര്യവും പറഞ്ഞു. രണ്ട് സമയത്തും വലിയ തോതിൽ ഭരണപക്ഷം ആകെപ്പാടെ ഇളകി, അവരാകെ രോഷത്തിലായി. അതായത് സാധാരണയിൽ നമ്മൾ കാണുന്ന എല്ലാം പ്രതിപക്ഷത്തെ അമിതമായ ശക്തി കൊണ്ടും 12 വർഷമായിട്ട് ഭരിക്കുകയാണ്. 2 തെരഞ്ഞെടുപ്പുകൾ, അതിനിടയ്ക്ക് അനവധിയായുള്ള സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം വിജയിച്ചു വന്ന് ജനപ്രിയത നമുക്കുണ്ട്, ഞങ്ങൾക്കാണുള്ളതെന്ന കരുത്ത് കാണിച്ചിട്ട് ഈ പ്രതിപക്ഷത്തെ പരിഹസിക്കുന്ന ഭരണപക്ഷമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ തിരിഞ്ഞു. പ്രതിപക്ഷം അതിനിശ്ചിതമായിട്ട് പരിഹസിക്കുകയും എതിർക്കുകയും ചെയ്യുകയാണ്. ഭരണപക്ഷം രോഷത്തിലായിരിക്കുകയാണ്. കിരൺ റിജിജു എന്നും സംസാരിക്കുമ്പോൾ ഇപ്പുറത്ത് രാജ്നാഥ് സിംഗ് ഇരിക്കുന്നുണ്ട്, അദ്ദേഹം മുഴുവനായിട്ട് കേൾക്കുകയാണ്. അപ്പോൾ കിരൺ റിജിജുവും മറ്റുള്ള ആളുകളും ബഹളം ഉണ്ടാക്കുമ്പോൾ പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഈ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം മുഴങ്ങിക്കേൾക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞത്, ഇവിടെ അമിത്ഷാ ഉണ്ടോ? ഇല്ല. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉണ്ടോ? ഇല്ല. എവിടെ പോയവർ? അവർ ഒളിച്ചോടി, പേടിച്ചോടി. ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർ പേടിച്ചോടി എന്നാണ് അവരെ ഹിംസിച്ചത്. അവർ രണ്ടുപേരോടെ വന്നില്ല. വന്നിരുന്നെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഈ പ്രസംഗം തന്നെ നടത്തും, അവിടെ ഇതേ ബഹളം തന്നെ ഉണ്ടാകും. ഇത് മുഴുവൻ കേട്ടിരിക്കേണ്ടുന്ന ഗതി പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും വരുമായിരുന്നു, ആഭ്യന്തരമന്ത്രിക്കും വരുമായിരുന്നു. അവർ രണ്ടുപേരും അതിന് നിന്നില്ല എന്തായാലും. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ വരേണ്ടതായിട്ട് വരില്ലേ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുന്നേറ്റ് സംസാരിക്കുമ്പം ശരിക്കും ആളുകൾ നിശബ്ദരായിട്ട് കേൾക്കണം. കാരണം ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിനും അതിനിശ്ചിതമായിട്ട് പരിഹസിക്കാനും നല്ല വാക്ചാതുര്യമുള്ള ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് പാർലമെൻറ്റിൽ ഇതുപോലെ തന്നെ സംസാരിക്കാൻ പറ്റിയേക്കും. അമിത്ഷായും അദ്ദേഹത്തിൻ്റെ രീതിയിൽ സംസാരിക്കും, എല്ലാവരും നിശബ്ദരായിട്ട് കേൾക്കും. അപ്പോൾ ഭരണപക്ഷത്തുള്ള ആളുകൾക്ക് ഊർജ്ജം കിട്ടുകയും പ്രതിപക്ഷത്തെ വിമർശിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതുപോലൊരു സംഭവം നടന്നതിന് പിന്നാലെ ആകുമ്പോൾ അവിടെ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ടാകും, ഒരുപാട് എതിർക്കാനുള്ള സംഗതികളുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കയ്യിലാണ് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ കൂടുതൽ കരുത്തുള്ളത് എന്ന് നമുക്കൊരു തോന്നലുണ്ടാകുന്നതിന് ഉറപ്പിക്കുന്ന കാര്യമാണ് ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തത്. രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാത്തതിലുള്ള ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ, ജിതേന്ദ്ര പ്രസാദിനെ പോലുള്ള ആളുകൾ പറയുന്നതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ദുർബലമായ വാദങ്ങൾ മാത്രമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസിന് മുന്നിൽ താഴേക്ക് വീണു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. കാരണം ഇത്രയും വലിയൊരു സംഭവം ഇപ്പുറത്തേക്ക് നടന്നിട്ടുണ്ട് എന്നതുകൊണ്ട്. അതുകൊണ്ട് ആ നിലക്ക് നമ്മൾ കാണുന്ന ഇന്നിപ്പോൾ കണ്ടത് ഈ രാജ്യത്തിപ്പോൾ ഭരണപക്ഷത്തിനെതിരായിട്ട് നടന്ന നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ തുടങ്ങിയ കുട്ടികളുടെ സമരത്തിൽ അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിലൊക്കെ രാജ്യത്തിൻ്റെ മനസ്സിൽ എത്രമാത്രം സർക്കാരിനെതിരായുള്ള വിമർശനമുണ്ട് എന്നതിനെ പ്രതിഫലിപ്പിച്ച് കാണിച്ചു കൊടുക്കുക പാർലമെൻറ്റിൽ എന്നത് അതിഗംഭീരമായിട്ട് രാഹുൽ ഗാന്ധി ചെയ്തു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ അത് പ്രിയങ്ക ഗാന്ധി അതിഗംഭീരമായിട്ട് ചെയ്തിരുന്നു, ഇന്ന് രാഹുൽ ഗാന്ധി അത് ചെയ്തു. ഇത് എല്ലാം ചെന്ന് കൊള്ളുന്നത് ഇന്നിപ്പം അദ്ദേഹം ഉപയോഗിച്ച ഫോട്ടോ, വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഉപയോഗിച്ച ഫോട്ടോ, അമിത്ഷായുടെ ഫോട്ടോ, ആ സെലക്ഷനിൽ തന്നെയും രാഷ്ട്രീയമായിട്ടൊരു പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അമിത്ഷായുടെ ഫോട്ടോ പഴയതാണ്. സോഹ്റാബുദ്ദീൻ ഷെയ്ഖ് കാലത്തോ സംഭവങ്ങളൊക്കെ നടക്കുന്ന കാലത്ത് ഗുജറാത്തിലെ വിവാദമായ സംഭവകാലത്തുള്ള താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള അമിത്ഷായുടെ ഫോട്ടോ ആണ് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പിന്നിൽ ഉപയോഗിച്ചത്. പക്ഷേ നരേന്ദ്രമോദിയുടേത് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ഈ ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം തന്നെ ഇട്ട സെൽഫി വീഡിയോയിലാണ്. അപ്പോൾ എന്തിനാണ് അങ്ങനെ എടുക്കുന്നത്? അമിത്ഷായെയും അങ്ങനെയാണെങ്കിൽ പുതിയ ഫോട്ടോ തന്നെ എടുത്താൽ പോരെ. അപ്പോൾ ഇന്നലെ പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ ഈ ഗുജറാത്ത് സംഭവങ്ങളെയാണ് ഓർമ്മിപ്പിച്ചത്, ബിൽക്കീസ് ബാനു കേസിനെയാണ് ഓർമ്മിപ്പിച്ചത്. ബിൽക്കീസ് ബാനു കേസിൽ ധർമ്മേന്ദ്ര പ്രധാൻ എന്ത് വർത്തമാനമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് നിശിതമായിട്ട് വിമർശിക്കുക ചെയ്തത്. എന്നുവെച്ചാൽ ഈ രാഷ്ട്രീയ ഭരണപക്ഷത്തിൻ്റെ എന്നുവെച്ചാൽ BJPയുടെ പക്ഷത്തിൻ്റെ മേലുള്ള ഉയർന്നു വരേണ്ടുന്ന ഇപ്പോൾ 25-30 വയസ്സുള്ള 25-18 ഒക്കെ വയസ്സുള്ള കുട്ടികളിൽ ഉണർത്തിയെടുക്കേണ്ടുന്ന BJP എന്താണ് എന്ന് ഇവർ പറയാൻ ആഗ്രഹിക്കുന്ന സംഗതികളെയാണ് ഇവരെടുത്ത് മുന്നോട്ട് വെക്കുന്നത്. ഇന്നലെ പ്രിയങ്ക ഗാന്ധി ആ പരാമർശത്തിലൂടെ ചെയ്ത അതാണെങ്കിൽ ഇന്ന് ഫോട്ടോ സെലക്ഷനിലൂടെ അദ്ദേഹം ഇത് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ശരിയായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് അതിനെ എങ്ങനെ ഇവർ എതിർക്കും ഭരണപക്ഷം നമുക്കറിയില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയ ആലോചനകളിലൂടെയാണ് പ്രതിപക്ഷം പോകുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇപ്പോൾ CJPയുടെ പേര് ഇവർ പറയുന്നില്ല, CJP എന്നുള്ള സമരത്തിനെ അക്കോമഡേറ്റ് ചെയ്യുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ വിമർശം എനിക്ക് രാഹുൽ ഗാന്ധിയോടും പിന്നെ ഈ പ്രതിപക്ഷത്തോടും പ്രത്യേകിച്ച് കോൺഗ്രസിനോടൊക്കെ തോന്നിയെങ്കിലും കോൺഗ്രസ് ഇന്ന് പിന്നെ ഈ കാര്യത്തിൽ അതായത് ഇവർ ഉണർത്തിവിട്ട CJPയും ചെറുപ്പക്കാരും ഉണർത്തിവിട്ട ഈ ഭരണപക്ഷ വിമർശത്തിൻ്റെ ഈ കനത്തെ
കൂടുതലാക്കി ആംപ്ലിഫൈ ചെയ്ത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ദൗത്യം എന്നത് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്ത രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയാണ് നമ്മൾ 2 ദിവസങ്ങളായിട്ട് കാണുന്നത്. ഇന്നത്തെ പാർലമെൻറ്റ് ശരിക്കും രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ് എത്രമാത്രം കരുത്തനാണ്, എത്രമാത്രം കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നതും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ എത്രമാത്രം രാഷ്ട്രീയ സംഘർഷഭരിതമായിരിക്കും എന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു. സ്വാഭാവികമായിട്ടും നാളെ അമിത്ഷായ്ക്ക് സംസാരിക്കേണ്ടതായിട്ട് വരും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ പ്രധാനമന്ത്രിക്കും വന്ന് സംസാരിക്കേണ്ടതായിട്ട് വരും. അവർക്ക് ഇരുവർക്കും അദ്ദേഹത്തെ സ്പർശിച്ച് അല്ലാതെ കടന്നു പോകാൻ പറ്റില്ല എന്ന് നമ്മൾ കാണണം. മെനഞ്ഞാന്നാണ് 2 ദിവസം മുന്നാണ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിൽ 56 വയസ്സായ ചെറുപ്പക്കാരനെ കുറിച്ചല്ലാണ് ഉദ്ദേശിക്കുന്നതെന്ന് രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചത്. അതിൻ്റെ പിന്നാലെയാണ് ഇഡിയറ്റ് എന്നുള്ള വിളി തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നാളെ പ്രധാനമന്ത്രി വന്നാൽ എന്ത് പോയിന്റ് കൊണ്ടായിരിക്കും വരിക എന്ന് വളരെ കൗതുകത്തോടെ കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും ഇപ്പോൾ സനിച്ചേട്ടൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാജ്യത്ത് ചരിത്രപരമായ ഒരു ജനകീയ മുന്നേറ്റം, അത് വിദ്യാർത്ഥികൾ മുന്നിൽ നിന്ന് നയിച്ച ഒരു ജനകീയ മുന്നേറ്റത്തിനൊടുവിൽ കേന്ദ്ര സർക്കാരിനെ മുട്ടുകുത്തിക്കുന്നു എന്ന് തന്നെ നമ്മൾ അതിനെ കാണാം. ആ കാര്യത്തിൽ അതിലെ ഒട്ടും അതിൻ്റെ ഒരു ഫ്ലേവറും കുറയാതെ, അതിൻ്റെ ഒരു ശക്തി ചോരാതെ അത് അതുപോലെ തന്നെ സഭയിലേക്കും രാഹുൽ ഗാന്ധി എത്തിക്കുകയാണ്. പണ്ട് സ്റ്റാലിൻ പറഞ്ഞതല്ലേ, ഗിവ് മീ ജസ്റ്റ് 1 ജനറേഷൻ ഓഫ് യൂത്ത് ആൻഡ് ഐ വിൽ ട്രാൻസ്ഫോം ദ ഹോൾ വേൾഡ് എന്ന് പറയുന്നുണ്ടല്ലോ. കോൺഗ്രസ് അവരുടെ വിദ്യാർത്ഥി സംഘടനയിലൂടെ അങ്ങനെ ഒരു ജനറേഷനെ വാർത്തെടുത്തോ എന്നെല്ലാം വാർത്തെടുത്തിട്ടുമുണ്ട്. അങ്ങനെയുള്ളവരിൽ വളർന്നു വന്ന ഒരാൾ കൂടിയാണ് രാഹുൽ ഗാന്ധി എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ ജന്തർ മന്ദറിൽ ഇവരുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള യൂത്തന്മാരെ അത്രയധികം അവിടെ കണ്ടില്ല എന്നുള്ളൊരു നിരാശ എനിക്കുണ്ട് ഈ ഘട്ടത്തിൽ. കേരളത്തിൽ നിന്നുള്ളവർ പോലും അവിടെ അത്തരത്തിൽ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ യൂത്ത് തുടങ്ങി വെച്ച ഈ കാര്യത്തെ അദ്ദേഹത്തിന് ഞാനിതിനെ ഈ വേൾഡിനെ ട്രാൻസ്ഫോം ചെയ്യാം എന്ന് പണ്ട് സ്റ്റാലിൻ പറഞ്ഞ പോലെ ഈ യൂത്ത് തുടങ്ങി വെച്ച ഈ ഒരു ചരിത്രാവബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ചില വിദ്യാർത്ഥികൾ ഇവിടെ നടത്തിയിരിക്കുന്ന ഒരു കാര്യത്തെ അതിൻ്റെ വീര്യം ചോരാതെ കാക്കുന്നതും അതുപോലെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായ ഒരു നേതാവിൽ നിന്ന് നമുക്ക് തോന്നുന്ന ഒരു ബഹുമാനം, ഒരു നേതാവിനോട് നമുക്ക് തോന്നുന്ന ബഹുമാനം ഇന്നത്തെ ദിവസം രാഹുൽ ഗാന്ധിയോട് എനിക്ക് തോന്നി എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സഭയിലും ആ കാര്യം അതുപോലെ ഉന്നയിക്കാനും വീണ്ടും വീണ്ടും അതിനുവേണ്ടി നിലകൊള്ളാനും സാധിച്ചു എന്നുള്ളതാണ്. സത്യത്തിൽ അത് ഇതിനെ സമരത്തെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യും വിധം അദ്ദേഹം മറ്റൊരു സമാന്തരമായി ഒരു സമരം നടത്തുന്നു എന്നൊക്കെയുള്ള ആലോചനകൾ ആദ്യഘട്ടത്തിൽ ഈ സമയത്തുണ്ടായിരുന്നു. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ ഈ മുന്നേറ്റത്തിന് ഉറപ്പായും അഗ്നി പകരുന്ന രീതിയിൽ കൂടുതൽ അതിനെ ചൂടാക്കുകയും മറ്റുള്ളവരെ പൊള്ളിക്കുന്ന തരത്തിലും അദ്ദേഹത്തിനും അവരുടെ സംഘടനയ്ക്കും പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നു. അപ്പോഴും ഞാൻ പറയുന്നു, ഈ യൂത്ത് തുടങ്ങിയ ഇതിനെ തീർച്ചയായും ഇപ്പോൾ അമിത്ഷായ്ക്കെതിരെ, നേരത്തെ ധർമ്മേന്ദ്ര പ്രധാനെതിരെയായിരുന്നു, അമിത്ഷായ്ക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടും അവരെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ടും അവർക്ക് മറുപടി പറയാതിരിക്കാൻ വേണ്ടി നിക്കക്കള്ളിയല്ലാത്ത വിധം അവരെ കൊണ്ടെത്തിക്കുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി ഇന്ന് പെർഫോം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി ഏറ്റവും മികച്ച ഒരു പ്രസംഗം നടത്തിയിരിക്കുന്നു എന്നുള്ളതിൽ എനിക്കൊരു തർക്കവുമില്ല. അത്രയും അധികം ആ പ്രസംഗം മുഴുവൻ നമ്മൾ സംരക്ഷണം ചെയ്യുകയുണ്ടായി. ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ട് നമുക്ക് അതിൻ്റെ എത്ര പവർഫുള്ളായിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അത് കോൺഗ്രസ് മാത്രം അറിയേണ്ട ഉത്തരമല്ല നമ്മൾ നിങ്ങളോട് ചോദിക്കുന്നത്. ഈ രാജ്യം മുഴുവൻ അറിയണം ഇതാരാണ് ഇവിടെ കുട്ടികളെ ഇതുപോലെ നരനായാട്ട് നടത്തുവാൻ വേണ്ടിയിട്ട് ആരാണ് ഉത്തരവിട്ടിരിക്കുന്നത്, ആരുടെ കൈകളാണ് ഇതിനു പിന്നിൽ എന്നുള്ളതടക്കം അവർ ചോദിക്കുന്നുണ്ട്. അന്ന് ആ പ്രസംഗത്തിൻ്റെ അവസാനം കിരൺ റിജിജു അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞായിരുന്നു, ഇത് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മോഷ്ടിച്ചതാണെന്ന്. ഏറ്റവും അവസാനത്തെ വരികയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി തന്നെ വന്ന് അവിടെ പ്രസംഗം നടത്തുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം കിരൺ റിജിജു വിചാരിക്കുന്നുണ്ടാവും ഇതിലും നല്ലതെന്നാ പ്രിയങ്കയായിരുന്നു എന്നുള്ളത്. കാരണം പിടിച്ചതിലും വലുതാണല്ലോ മാളത്തിൽ. രാഹുൽ ഗാന്ധി അപ്പോൾ 2 പ്രസംഗം നടത്തി. തീർച്ചയായും പിടിച്ചതിലും വലുതാണല്ലോ മാളത്തിൽ എന്ന് തോന്നിപ്പിച്ചേക്കാം ചിലപ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും അധികം പവർഫുള്ളായിരുന്നു ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം എന്നുള്ളതിൽ തർക്കമില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദൈവമാണെന്ന് വിചാരിക്കുന്ന ഒരു ഇഡിയറ്റ് എന്ന് പറഞ്ഞു. ഇന്ന് രാഹുലിൻ്റെ ആ വാക്കുകൾക്ക് കനമുണ്ട്. അത്ര കനമില്ലെങ്കിലും അതിൽ കുറഞ്ഞ കനമുള്ള വാക്കുകൾ ഈ CJP പ്രതിഷേധത്തിനിടെ ഇപ്പോൾ സൗരവ് ദാസിനെ പോലുള്ള CJPയുടെ സ്പോക്സ് പേഴ്സണും ഏറ്റവും പ്രധാനപ്പെട്ട കോർ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ പറഞ്ഞിരുന്നു. അതായത് അദ്ദേഹം ദൈവമൊന്നുമല്ലല്ലോ, വിമർശിക്കാതിരിക്കാനോ മറ്റെന്തെങ്കിലും ചെയ്യാതിരിക്കാനോ പ്രധാനമന്ത്രിയെ പറ്റി അന്ന് പറഞ്ഞിരിക്കുന്നു, അങ്ങനെ പറഞ്ഞിരിക്കുന്നു. പിന്നെ ഇതിലെ രാഷ്ട്രീയമൊന്നും കണ്ടിട്ടല്ല ആയിരിക്കാം, പക്ഷേ കൊച്ചുകുട്ടികൾ പോലും ഈ വിശ്വഗുരു എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ മുഖമായി കാണുന്ന പ്രധാനമന്ത്രിയെ വിമർശിക്കുന്നതും അദ്ദേഹം
ഈ വിശ്വഗുരു എന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്, അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ അതിൽ കുട്ടികൾ, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്, ഇത് കുട്ടികൾ സോപ്പ് കുമ്പളയൊക്കെ താടി പോലെ വെച്ച് പ്രധാനമന്ത്രിയുടെ മീമുകൾ ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയെ പറ്റിയൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കുകയാണ്. അദ്ദേഹം ആ ഇൻസ്റ്റാ വീഡിയോ റീല് ചെയ്തതിനെയൊക്കെ പുസ്തകത്തിൽ എഴുതി കൊടുത്തുകൊണ്ട് അത് ടെലിപ്രോംപ്റ്ററാണ് എന്ന് നാട്ടുകാരെ കൂടെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരു വിശ്വഗുരുവിൻ്റെ മീമുകൾ, പരിഹാസ മീമുകൾ കുട്ടികളടക്കം ഇവിടെ ഇറക്കി വിടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളതിലെ ഏറ്റവും കനപ്പെട്ട വാക്ക് രാഹുലിനെ പോലുള്ള പ്രധാനപ്പെട്ട ഒരാൾ, ഇഡിയറ്റ് എന്ന നിലയ്ക്ക് ദൈവം എന്ന് വിചാരിക്കുന്ന ഒരു ഇഡിയറ്റ് എന്ന് മറ്റൊരു വിദ്യാർത്ഥി എന്നോട് പറഞ്ഞു എന്നുള്ളത് രീതിയിലാണല്ലോ അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ തന്നെ അഭിപ്രായമാണെങ്കിൽ പോലും വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്നുള്ളത് അസംഖ്യം റീലിലൂടെ നമ്മൾ നിലവിൽ കണ്ടു കഴിഞ്ഞു എന്നുള്ളത്. കുട്ടികൾക്കിടയിൽ അത്തരം ഒരു ഇമേജ് കൂടി നിലവിൽ രൂപപ്പെട്ടിട്ടുണ്ട് വിശ്വഗുരുവിന് പുറമെ എന്നുള്ളതാണ്. ഇത് പറയാൻ കാരണം 2019 സനീഷേട്ടന് ഓർമ്മയില്ല, 2019 പാർലമെന്റ് ഇലക്ഷന് ശേഷം അദ്ദേഹം പോയി കേദാർനാഥ് ഗുഹയിൽ 17 മണിക്കൂർ അദ്ദേഹം ധ്യാനമിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന് ആ വിശ്വഗുരു അങ്ങനെ ഒരു ഇമേജും കൂടെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൽ അങ്ങനെ ഒരു പരിവേഷം കൂടെ എടുത്തണിയുന്ന നിലയുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ ഒരു കാര്യം ഇന്ന് ഈ രീതിയിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ ആത്മവിശ്വാസം കൊണ്ടുകൂടിയാണ്. അതെന്നുള്ളത് ഈ നേരത്തെ സനീഷേട്ടൻ പറഞ്ഞതുപോലെ നേരത്തെ ഭരണപക്ഷം ഭീകരമായ രീതിയിൽ പ്രതിപക്ഷത്തെ പരിഹസിക്കുമായിരുന്നു. അദ്ദേഹത്തെ അടക്കം, രാഹുൽ ഗാന്ധിയെ അടക്കം പരിഹസിക്കുമായിരുന്നു. അങ്ങനെ ഒരു നിലയാണ് ഉണ്ടായിരുന്നത്. അതായത് എന്ത് ആരോപണങ്ങൾ കൊണ്ടുവന്നിട്ടും ഇതിപ്പോൾ നമ്മൾ വോട്ട് ചോരി പോലുള്ള ആരോപണം ഏറ്റവും ചെറുതാണെന്ന് നമ്മൾക്കാർക്കും തോന്നില്ല, അത്ര വലിയ ഗൗരവമുള്ള കാര്യമാണ്. പക്ഷെ അത് കൊണ്ടുവന്നിട്ട് പോലും അതിൽ തെളിവുകൾ വെച്ച് ഇദ്ദേഹം വലിയ പഠന വിധേയമാക്കി കൊണ്ടുവന്ന് PPT പ്രസൻറ്റേഷനൊക്കെ നടത്തി സാധാരണ മനുഷ്യർക്ക് പോലും ഇതിൽ കാര്യമുണ്ടല്ലോ എന്ന് തോന്നിക്കുന്ന വിധത്തിലും അത് അവതരിപ്പിച്ചുകൊണ്ടും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. അപ്പോഴൊക്കെയും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു കോൺഫിഡൻസ് ലോസ് ഒക്കെ മേ ബി വന്ന് കാണാം. അല്ലെങ്കിൽ ഒരു ഇടവേളകളിൽ ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വിദേശത്തൊക്കെ ആയിരുന്നു. അപ്പോൾ നിരന്തരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ ഇടയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അത് തന്നിരുന്നില്ല. പക്ഷേ ഇതിൽ അദ്ദേഹം ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ജനാധിപത്യം അവസാനിച്ചിട്ടില്ല എന്നുള്ള ഒരു വലിയ ധൈര്യവും കൂടെ ഈ സമരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഉള്ളിലേക്കൊക്കെ പകർന്നു കിട്ടിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്കും അങ്ങനെ ലഭിച്ചു കാണണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു കരുത്ത് അത് ചെറിയ കാര്യമേ അല്ല. ആ കുട്ടികളും ആ ചരിത്രത്തിൻ്റെ കരുത്ത് ഉൾക്കൊണ്ടുകൂടി തന്നെയാണ് ജന്തർ മന്ദിറിൽ സമ്മേളിച്ചിരിക്കുന്നത്. അതിൽ ഗാന്ധി ഉണ്ടായിരുന്നു, അംബേദ്കർ ഉണ്ടായിരുന്നു, ഭഗത് സിംഗ് ഉണ്ടായിരുന്നു, ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ചരിത്രത്തിൻ്റെ കരുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ അതിനെ അവലംബിച്ചുകൊണ്ട് തന്നെയാണ് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇത്രയും അധികം കോൺഫിഡൻസ് വേറൊരു മനുഷ്യന്, ഒരു പ്രതിപക്ഷ നേതാവിന് പിന്നെ കിട്ടാനുണ്ടോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പോൾ ബിംബങ്ങളെ അങ്ങ് പൊളിച്ചു കളയുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു സഭയിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ഇന്ന് പൊളിക്കാൻ തുനിഞ്ഞ ആദ്യ ബിംബം എന്നുള്ളത് പ്രധാനമന്ത്രിയെ തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വിശ്വഗുരു എന്നുള്ളൊരു ബിംബം ഒരു പ്രതീതിവൽക്കരണം അല്ലേ, അങ്ങനെയല്ലേ ഉണ്ടായിരുന്നത്. അതിനെ അങ്ങ് പൊളിച്ചു കളയാൻ ഇഡിയറ്റ് എന്നുള്ള വേർഡാണ് ഏറ്റവും മികച്ചത് എന്നുള്ള അത് കുട്ടികൾ പറയുന്നു എന്ന നിലയ്ക്കും കൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസ് അല്ല പറയുന്നത്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അല്ല, പ്രതിപക്ഷ നേതാവല്ല പറഞ്ഞിരിക്കുന്നത്, പിള്ളേര് പോലും പറയുന്നു എന്ന് കണക്കിന്. സനീഷയുടെ നേരത്തെ ഉപയോഗിച്ച വേർഡാണ് ഏറ്റവും അടിപൊളി എന്ന് തോന്നുന്നു, ഹിംസിക്കുക. ഇനി ഇതിനപ്പുറം പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ ഒരു ബിംബത്തെ പൊളിക്കുകയായിരുന്നു ഇന്ന് രാഹുൽ ഗാന്ധി അവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് വീണ്ടും വീണ്ടും തുടരാനാണ് ഇതിൻ്റെ ഒരു സാധ്യത എന്നുള്ളതും കൂടിയാണ്. ഇതൊരു തുടക്കമാണ്. ഇതൊരു വലിയ പ്രതീക്ഷയാണ്. ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ പോരാടുന്നവർക്ക്, അതായത് അനീതിക്കെതിരെ പോരാടുന്നവർക്ക് ഇതൊരു പ്രതീക്ഷ തന്നെയായിരുന്നു. ഈ സമരം ജന്തർ മന്ദിർ എന്ന് തന്നെ ഒരു പ്രതീക്ഷയാണ്. ചരിത്രത്തിൻ്റെ താളുകളിൽ അത് രേഖപ്പെടുത്തും. അതിൻ്റെ ഭാഗമായി വന്ന ഈ കാര്യങ്ങൾ മുഴുവൻ രേഖപ്പെടുത്തും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നീറ്റ് ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത മന്ത്രിസ്ഥാനത്ത് നിന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനു ശേഷവും കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കയവില്ല. സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് ക്രൂരതയ്ക്ക് കൃത്യമായ മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴുള്ള പ്രതിഷേധങ്ങളുടെ കാരണം. വിഷയങ്ങളിൽ വിശദീകരണം നൽകേണ്ട പാർലമെന്റിലാകട്ടെ പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ മുഖം നൽകുന്നുമില്ല. രാജ്യ തലസ്ഥാനത്തെ പോലീസിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി ഈ സംഭവങ്ങൾക്ക് ശേഷവും മൗനം തുടരുന്നത് ദുരൂഹമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അതിന് മറുപടി നൽകാൻ ആഭ്യന്തരമന്ത്രി ബാധ്യസ്ഥനുമാണ്. അത് ഉണ്ടാകാത്ത പക്ഷം ഇന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പോലെയുള്ള ഗുരുതര ആരോപണങ്ങളെ കേന്ദ്ര സർക്കാരിന് നേരിടേണ്ടി വരും. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള റീലുകൾക്കും അപ്പുറം പ്രധാനമന്ത്രിയും വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ട്. RDXൽ ഒരു ഇടവേള.